ഹായ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് ഷുഗറിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. മനുഷ്യ ശരീരം ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുന്ന ഒരു രോഗമായി മാറിയിരിക്കുകയാണ് ഷുഗർ ബാധിച്ചാൽ, ഷുഗർ ഹൈ ലെവലായി കഴിഞ്ഞാൽ, അത് സ്ഥിരമായിട്ട് ഹൈ ലെവലിൽ നിൽക്കുന്ന സമയത്ത് നമ്മുടെ മറ്റ് ന്യൂറോസുകളെ, ശരീരത്തിൻ്റെ ഹാർട്ടിനായാലും മറ്റെല്ലാ ന്യൂറോസുകൾക്കും അത് തളർച്ച സംഭവിക്കും. അതോടുകൂടി നമ്മളൊരു നിത്യരോഗത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ഷുഗറിനെ നിയന്ത്രിക്കുന്ന നമ്മുടെ പാൻക്രിയാസ് ഗ്രന്ഥി, ആ പാൻക്രിയാസ് ഗ്രന്ഥിക്ക് ശക്തി പകരുന്നതിന് വേണ്ടി ചില തെറാപ്യൂട്ടിക്കൽ എക്സസൈസുകളാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മുടെ ശരീരത്തിൻ്റെ ഷുഗർ ശരീരത്തിലെ നോർമൽ റേഞ്ചിലേക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാനും, അതോടുകൂടി അത് നമ്മുടെ പാൻക്രിയാസ് ഗ്രന്ഥിയുടെ ശക്തി പകരുകയും, ആ പാൻക്രിയാസ് ഗ്രന്ഥി നോർമൽ റേഞ്ചിൽ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ഷുഗറിൻ്റെ സന്തുലിതാവസ്ഥ നോർമൽ റേഞ്ചിൽ നിൽക്കുകയും അതോടുകൂടി നമുക്ക് ശരീരത്തിൻ്റെ ആരോഗ്യം വീണ്ടെടുക്കാൻ ചെയ്യും. അതുകൊണ്ട് ചില തെറാപ്യൂട്ടിക്കൽ യോഗാസനങ്ങളാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, റെഡി. നമ്മൾ ആദ്യമായി ചെയ്യുന്ന, ഷുഗറിന് വേണ്ടി ഫസ്റ്റ് ചെയ്യുന്ന ആസനമാണ് പാദഹസ്താസനം. നമ്മൾ അറ്റൻഷനിൽ നിന്നതിന് ശേഷം ഫസ്റ്റ് ബ്രീത്ത് എടുക്കുക. ബ്രീത്തിങ് വളരെ ശ്രദ്ധിക്കുക. അതിനുശേഷം ബ്രീത്ത് ഔട്ട് ചെയ്യുക. ഔട്ട് ചെയ്തിട്ട് നമ്മൾ ബോഡി ബെൻഡ് ചെയ്യുക ഫ്രണ്ടിലോട്ട്. പതുക്കെ ബെൻഡ് ചെയ്തിട്ട് ഇത്ര ബെൻഡ് ചെയ്യാൻ പറ്റുമോ ഇത്ര ബെൻഡ് ചെയ്യുക. അങ്ങനെ കഴിയുന്ന അത്ര ബെൻഡ് ചെയ്യുക കേട്ടോ. എന്നിട്ട് ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യാൻ വേണ്ട അത്ര ഇവിടെ ക്യാച്ച് ചെയ്യാൻ പറ്റും, ഇവിടെ ക്യാച്ച് ചെയ്യാം. അപ്പോൾ നമ്മുടെ പാൻക്രിയാസ് ഗ്രന്ഥിക്ക് പവർ വരും. പാൻക്രിയാസ് ഗ്രന്ഥി പ്രവർത്തനം നോർമൽ റേഞ്ചിലേക്ക് എത്തും കേട്ടോ. ഇങ്ങനെ ബെൻഡ് ചെയ്തിട്ട് കൈകൾ ടച്ച് ചെയ്യാം. ഓക്കെ, പരമാവധി ബെൻഡ് ചെയ്തതിനു ശേഷം വീണ്ടും ബ്രീത്ത് എടുക്കുക, ബ്രീത്ത് ഔട്ട് ചെയ്യുക. ഇതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. റെഡി. നമ്മുടെ പാൻക്രിയാസിന് ശക്തി പകരുന്ന രണ്ടാമത്തെ ആസനമാണ് പവനമുക്താസനം. മലർന്ന് കിടക്കുക. അതിനുശേഷം ചെയ്യുക, വലത് കാലം ഉയർത്തുക, എന്നിട്ട് മടക്കുക. മടക്കിയിട്ട് ഇവിടെ ക്യാച്ച് ചെയ്തിട്ട് നെഞ്ചോടടുപ്പിക്കുക. റിലാക്സ് ചെയ്യുക. ഇത് റൈറ്റും ഇനി ലെഫ്റ്റും ചെയ്യും. ക്യാച്ച് ചെയ്ത് നെഞ്ചോടടുപ്പിക്കുക. റിലാക്സ് ചെയ്യുക. ഇനി പൂർണ്ണ പവനമുക്താസനം. രണ്ട് കാലുകൾ ഇവിടെ ക്യാച്ച് ചെയ്യുക, നെഞ്ചോടടുപ്പിക്കുക. റിലാക്സ് ചെയ്യുക. ഓക്കെ, മൂന്നാമത്തെ നമ്മൾ ചെയ്യുന്നത് പാൻക്രിയാസിന് ശക്തി പകരുന്നതിന് വേണ്ടി, അതോടുകൂടി സ്വാധിഷ്ഠാന ചക്രത്തിനും ശക്തി പകരും. വേണ്ടി വിപരീത നൗകാസനം. കൈകളും കാലുകളും ഉയർത്തിയിട്ട് ഇതേ പൊസിഷനിൽ നിൽക്കാൻ കഴിയുന്നവർ നിൽക്കും. അപ്പോൾ നമ്മളെ ഈ ഭാഗം പാൻക്രിയാസിന് വളരെയധികം ശക്തി പകരും. റിലാക്സ് ചെയ്യാം. റെഡി. നമ്മൾ നാലാമത്തതാണ് മർക്കടാസനം. വലത് സൈഡിലോട്ട് രണ്ട് കാൽമുട്ടുകളും ടേൺ ചെയ്യും ഇതേപോലെ. എന്നിട്ട് ഇവിടെ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് വെക്കുക. തല ഓപ്പോസിറ്റ് തിരിച്ചു, അതിൻ്റെ ഓപ്പോസിറ്റ്. ഇത് ഇതേപോലെയല്ല, കഴിയുന്ന മാതിരി ചെയ്താൽ മതി. ഇത് വലതും ഇടതും മാറി മാറി ചെയ്യും. ഓക്കെ. അഞ്ചാമത് നമ്മളെ പാൻക്രിയാസിന് ശക്തി പകരുന്ന ആസനമാണ് ബാലാസനം. ഫസ്റ്റ് ബ്രീത്ത് എടുക്കുക. ബ്രീത്ത് എടുത്തതിന് ശേഷം ബ്രീത്ത് ഔട്ട് ചെയ്തിട്ട് രണ്ട് കൈ കൊണ്ട് നെരിയാണി ക്യാച്ച് ചെയ്യുക കാലിൻ്റെ. എന്നിട്ട് ഇങ്ങനെ ബെൻഡ് ചെയ്ത് കൊടുക്കുക. ഇത്ര ബെൻഡ് ചെയ്യാൻ പറ്റും ഇത്ര ബെൻഡ് ചെയ്യുക, എത്ര ബെൻഡ് ചെയ്യാൻ പറ്റും ഇങ്ങനെ ബെൻഡ് ചെയ്ത് കൊടുക്കുക. കഴിയുന്ന അത്ര ബെൻഡ് ചെയ്യുക. ഇതേപോലെ റിട്ടേൺ വരിക. ബ്രീത്ത് എടുത്തിട്ട് ബ്രീത്ത് ഔട്ട് ചെയ്യുക. ഈ ബെൻഡിങ്ങിൽ നമ്മുടെ പാൻക്രിയാസിന് എന്ത് ചെയ്യും? നല്ല ശക്തി പകരും. അതോടുകൂടി നമ്മുടെ ശരീരത്തിലെ ഷുഗറിൻ്റെ അവസ്ഥ നോർമൽ റേഞ്ചിൽ നിലനിർത്തും. കാരണം ആ ഗ്രന്ഥി അതിൻ്റെ നോർമൽ റേഞ്ചിൽ പ്രവർത്തിക്കുമ്പോൾ ഷുഗർ നോർമൽ റേഞ്ചിൽ നിലനിർത്തും. ഈ റെഡി. 5 ആസനങ്ങൾ ഇപ്പോൾ നമ്മൾ ചെയ്ത്, 5 യോഗാസനങ്ങളിൽ ഷുഗറിൻ്റെ സന്തുലിതാവസ്ഥ നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഈ 5 ആസനങ്ങൾ എന്ത് ചെയ്യുക? സ്ഥിരമായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്ര 5ഓ 10ഓ കൗണ്ട് സ്ഥിരമായിട്ട് 10 കൗണ്ട് ഇങ്ങനെ ചെയ്യുക. പിന്നെ അതിനൊക്കെ കൂടുതൽ ചെയ്യാൻ പറ്റുമെങ്കിൽ ടൈം എടുത്ത് ചെയ്യുക. അപ്പോൾ നമ്മുടെ പാൻക്രിയാസിൻ്റെ പ്രവർത്തനം എന്താവും? നല്ല ശക്തിയാവും.
പാൻക്രിയാസ് ഗ്രന്ഥി ശക്തമായി പ്രവർത്തിക്കുമ്പോൾ നമ്മളുടെ ഷുഗറിൻ്റെ സന്തുലിതാവസ്ഥ നോർമൽ റേഞ്ചിൽ വരികയും അതോടുകൂടി നമുക്ക് മെഡിസിൻ കഴിക്കുന്നവർക്കും ഇത് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഷുഗർ ചെക്ക് ചെയ്തിട്ട് നോർമൽ റേഞ്ചിൽ വരുമ്പോൾ മെഡിസിന് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം എന്ത് ചെയ്യാം, മെഡിസിൻ കുറക്കാം. അങ്ങനെ നമ്മുടെ സാധാരണഗതിയിലേക്ക് ഷുഗർ കൊണ്ടുവരുന്ന നമ്മുടെ മറ്റ് ന്യൂറോസുകളിൽ നല്ല ശരിക്കും ഷുഗർ നമ്മൾ ഒരുപാട് പഴക്കം ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് സ്ട്രോക്ക് വരെ സാധ്യത ഉണ്ടെന്നാണ് പരീക്ഷണം തെളിയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ എക്സസൈസ് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യണം. ഇതിന് മുന്നേ നമ്മൾ കുറച്ച് ലൂസിൻ എക്സസൈസ് ചെയ്യണം കേട്ടോ. ഫസ്റ്റ് ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ ലൂസിൻ എക്സസൈസിന് ചെയ്തിട്ടുണ്ട്. ആ ലൂസിൻ എക്സസൈസുകൾ ചെയ്യുമ്പോൾ ശരീരത്തിൻ്റെ എല്ലാ പാർട്സുകളും ലൂസാവും. അതിനുശേഷം ഈ 5 ആസനങ്ങൾ നമ്മൾ സ്ഥിരമായി ചെയ്താൽ ഷുഗറിൻ്റെ അവസ്ഥയിൽ നിന്ന് ഷുഗർ നമ്മുടെ നോർമൽ റേഞ്ചിലെത്തി നമുക്ക് നമ്മുടെ ആരോഗ്യം പ്രൊട്ടക്റ്റ് ചെയ്യാം. എല്ലാവരും സ്ഥിരമാക്കുക. ഓക്കെ, താങ്ക്സ്.